ഫഹദ് പറഞ്ഞ് കുറ്റിപ്പുറം പാലത്തിനിടെ കുറ്റിപ്പുറം പാലത്തിനിടയിൽ കുഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ജാസി തൂങ്ങിച്ചാവൂട. അങ്ങനത്തെ ഒരു അവസ്ഥ ജാസിക്ക് വന്നിട്ടില്ല. ഞാൻ ഇന്ന വരെ ആരും മുമ്പിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തെളിവ് കൊണ്ടുപോവാ. നീ അങ്ങനെ ചെയ്ത് പിന്നെ നീ എന്ത് പറയുന്നത് കോണിപ്പടിയുടെ അവിടെ ആരുടെ നിന്റെ അന്ത വന്നിരുന്നു എന്നെ ചെയ്യാൻ വേണ്ടിട്ട് വന്നിരുന്നാ പറയടാ. വെറുതെ ഞാൻ തെളിവ് സഹിതാണ് വരുന്നത്. നീ ആദ്യം പറഞ്ഞ ജാസി ട്രാൻസ്ജെൻഡർ അല്ല, ജാസി ആണല്ല. ഞാൻ ട്രാൻസ്ജെൻഡർ ഉള്ള തെളിവ് നിനക്ക് കാണിച്ചെന്ന്. നിന്റെ കാര്യങ്ങളും ഇതൊക്കെ തെളിവുകളാണ് ഞാൻ കാണിച്ചത്. ഇനി നിന്റെ ചാറ്റ് ഇറങ്ങാനുണ്ട്. ചാറ്റ് ഞാൻ കാണിച്ചു തരാം. നീ ഒരു പെണ്ണുമായിട്ട് ചെയ്ത് സെക്സ് ആക്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഇറക്കി തരാം. അതും ഒക്കെ ഇറക്കില്ല. നീ ബൈസെക്ഷൻ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. നീ ആണുങ്ങളെ എടുക്കും. പിന്നെ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു ജാസിനെ ഇങ്ങനെ കാണുമ്പോ ഉപ്പ അക്സെപ്റ്റ് ചെയ്യായിരുന്നു? ഒരിക്കലും വായ പൊളിച്ച നുണയല്ലാതെ പറയുന്ന കുണ്ടന്റെ വായി നിന്നൊരു സത്യം പറഞ്ഞു. 100% ശരി. പാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ കോലത്തിന് നടത്താൻ അയാൾ സമ്മതിക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആണ് പെണ്ണിന്റെ വേഷം കെട്ടി നടക്കാൻ അയാൾ സമ്മതിക്കൂല. അയാളൊരു മനുഷ്യനായിരുന്നു, അതുകൊണ്ട് സമ്മതിക്കൂല. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്. അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട ഈ 9ന്റെ മാതിരി ഒരു കൂസം പിന്നാലെ താടിമ ചൊറിയുള്ള ഒരു കൂസൻ 24 മണിക്കൂർ അവന് താടിമ ഉണ്ടാക്കല ഇങ്ങനെ ചിരകിങ്ങനെ മാതിരി. എന്നിട്ട് ഇവ ഇരുന്നിട്ട് ഒരിക്കലും സമ്മതിക്കല. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജാസി ആഷിഫ് ഫഹദ് ഇഷ്യൂസ് അത് ഒരു നടക്കാനും തീരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷിയെ വിട്ടുകൊടുക്കാൻ ജാസിക്ക് തീരെ താല്പര്യമില്ല. ജാസി പറയുന്നത് ഞങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചോട്ട് ഫഹദ്, ഞങ്ങളെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാസി വീഡിയോസ് ഇടുന്നത്. ഒരിക്കലും ആഷിയെ വിട്ടിട്ട് ജാസിക്ക് ഒരു ജീവിതമില്ല. ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കത്തില്ല എന്ന് തന്നെയാണ് ഈ ജാസി പറയുന്നത്. പിന്നെ ജാസി പറയുന്നുണ്ട്, ഇതിനിടയ്ക്ക് ആശയുടെ ഉമ്മായെ പിടിച്ച് വലിച്ചഴിച്ച് ഇടല്ലേ ഫഹദേ, ഞങ്ങള് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ, നീ നിന്റെ പാട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്നെ കുണ്ടാന്ന് വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ജാസി ഭയങ്കര വിഷമത്തോടെയും സങ്കടത്തോടെയും ഒക്കെ കുറെ വീഡിയോസുകളൊക്കെ ചെയ്യും. ആശയുടെ ഉമ്മയുടെ ഒരു വോയിസ് ഇപ്പൊ ഫഹദ് പുറത്തു വിട്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഷോപ്പിൽ നിന്നിട്ട് എന്റെ കുട്ടി എനിക്ക് ഫോൺ ചെയ്യുമ്പോ കുടിച്ച് വലിച്ചിട്ട് അവൻ എന്നെ എന്തെല്ലാം ഞാൻ പറയണില്ല, അത് അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ വിളിക്കാണ്ട് ഇങ്ങനെ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ തന്നെ ചീത്ത പറയണ്ട എല്ലാപ്പോഴും പറഞ്ഞു. എന്നാൽ ആശിക്കുന്നോട് അവൻ അടിയും വെക്കാനായിട്ട് ഷോപ്പിൽ നിന്നിട്ട് ഇന്നെ വിളിക്കുമ്പോ ഓടി വന്ന് അവന്റെ ചെവിടത്ത് കടിച്ചിട്ട് ആ ഫോൺ പിടിച്ചു പിടിച്ചിട്ട് അവനെ ചീത്ത വക്കൽ വിളിച്ചിട്ടുണ്ട്. ആദ്യം കഴിഞ്ഞ പോലെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം, എന്നെ എന്താ വിളിക്കാണ്ട്, എന്നെയൊക്കെ നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാനും ചെയ്യാനും ആളില്ലാണ്ടൊന്നുമല്ല, ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരും ഇതിന് നിൽക്കൂലെന്ന്. എന്താ പറഞ്ഞാൽ അവര് പ്രായപൂർത്തിയായവരല്ലേ. പിന്നെ ഈ ചെക്കന്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ മഹാമോശമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് എന്തെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വലിയ മോൻ ഇവൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം ശാപം ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ചെയ്യും സെയർ ചെയ്യും. ഇവന് അതന്നെ വായ തുറന്ന പറയുള്ളൂ. ആഷിക്കിനോട് എന്താ പറഞ്ഞ, അവന് വിട്ടിട്ട് പോയി ഇവൻ ശപിക്കോത്ര, ശപിച്ച അങ്ങനെ അവൻ ഇതാവും. ഞാൻ ശപിക്കും. ഞാൻ പറഞ്ഞു, നീ ശപിക്കടാ, നീ അള്ളൊന്നല്ലല്ലോ എന്ന്. ഒരിക്കൽ ഇതുപോലെ പിന്നെ ഇവരെ നന്ദിന്റെ പ്രശ്നം കഴിഞ്ഞിട്ട് ആഷിക്ക് അവിടെ റൂമിലിരുന്ന് ഇവര് പ്രശ്നം അടിമക്കാണായപ്പോ ഇവനെ ഇങ്ങനെ കരഞ്ഞിട്ട് വിളിച്ചപ്പോ എന്റെ മൂത്ത മോന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്, അവന്റെ റൂമിൽ ഇവനെ പോയിരിക്കാന്ന്. അതിന് ഇവന് എന്തെല്ലാം ഇവിടെ കടന്ന് കാട്ടിയിട്ട് ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ, അവൻ എവിടെ പോയിട്ടാ, ഒരു പെണ്ണിന്റെ കൂടെ അല്ലേ പോയി, ഒരു ആണിന്റെ കൂടെ ഒന്നും പോയിട്ടില്ലല്ലോ, പോയിക്കോട്ടെ ഞങ്ങക്ക് സമ്മതമാണ്. അങ്ങനെ ബാറിൽ ബീർ ഒഴിച്ചു കൊടുക്കണ പെണ്ണിനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, സാരില്ല, ഒരു പെണ്ണല്ലേ അവള്, ആണും പെണ്ണും കെട്ടാനല്ല, നിന്റെ കൂടെ ജീവിക്കണേക്കാട്ടും നല്ലതാടാ. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയായിട്ട് ഇനി ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ വിട്, നീ എന്തിനു യൂട്യൂബിൽ ഒന്ന് കരയാൻ നിൽക്കണം. അപ്പൊ നിങ്ങളുടെ മോനെ എന്നെ സ്നേഹിച്ചിട്ടേ അങ്ങനെ ചെയ്തു പറഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ലേ, ഞാൻ പറയും, ഇവൻ പറയുന്നു. അങ്ങനെ ഒരിക്കൽ എന്നോട്, ഇത് കുറെ മുമ്പാണ്, ഇവരെ പ്രശ്നം കഴിഞ്ഞ പാട്, അവളുടെ കൂടെ ജീവിച്ചോട്ടെ, അതിനെന്താണ്, ഞങ്ങൾക്കില്ലാത്ത ഇവനിക്ക് എന്താണ്, ഇവന്റെ കൂടെ ജീവിക്കണേക്കാട്ടി നല്ലതാണ്. പക്ഷെ ഇവന്റെ അമ്മല്ലേ, ഇവന്റെ അമ്മ നല്ല സപ്പോർട്ടാണ് എനിക്ക്. ബിരിയാണി നെയ്ച്ചോറും വേണ്ടി ഈമ നാട്ടിൽ നിന്ന് ഇവിടുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ റൂമിലിരുന്ന് 3 മാസം ഇരുന്നിട്ട് ഈ പെർഫ്യൂമിന്റെ ഓണർ, പെർഫ്യൂം ഷോപ്പിൽ ഒരു തേങ്ങയില്ല, അവിടെ ഈ ഒരാളുടെ കീഴിൽ നിൽക്കുകയാണ്. അവിടുന്ന് വേറെ ഒരാളുടെ കടയിൽ പോയി നിന്നിട്ട് 3 മാസം കുറച്ചവിടെ നിന്നിട്ട് അവിടുന്ന് അയാൾ ഇവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഈ രണ്ടാളിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇവനെ വിടാണ്ട് ഇവനെ ദ്രോഹിച്ചിട്ടിരിക്കുകയാണ്. അറിയോ, ഇവനെ ഭയങ്കര ദ്രോഹം. ഇവൻ ചീത്ത വിളിച്ചിട്ടില്ല എന്ന് പറയല്ലേ. നമുക്കൊന്നും ഇത് ഫോണിന്റെ ഇതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇവരെ പ്രശ്നം കഴിയുമ്പോൾ എന്റെ മാപ്പിള തീരെ വെയ്യാണ്ടിരിക്കും, അതിൽ പെട്ട് കിടക്കും. നമുക്കപ്പൊ ഇതാണ് നേരം, അത് നോക്കാനും ഇത് നോക്കാനും നേരം. അപ്പൊ നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇവൻ വിളിക്കും, അപ്പൊ ഡിലേറ്റ് ആക്കും, അല്ലെങ്കിൽ ഒരിക്കൽ നോക്കുമ്പോഴത്തേനും ഫോൺ ഡിലേറ്റ്. ഫോണിലൊക്കെ എത്ര എന്നെ ചീത്ത പറിച്ചിട്ടുണ്ട്.
ഇല്ലാന്ന് അവൻ പറട്ടെ, അവന്റെ നാവ് പുഴുത്തിട്ട് പോകും അവന്. അത് പുഴുത്തിട്ടാണ് ചാവുള്ളൂ. എന്റെ വാപ്പാക്ക് വയ്യാണ്ട് കിടക്കുമ്പോ അവന് ഇതിന് കീമോ കൊടുക്കാൻ പോകണം പറഞ്ഞു അവനെ പൈസ തരുമ്പോ അപ്പ അയച്ചു തരും. ഞങ്ങളുടെ കുടുംബം നല്ല നോക്കിയിട്ടുണ്ട്, നോക്കിയിട്ടില്ല എന്ന് ഞാൻ പറയണ്ടേ. ഇവന്റെ എന്ന് പെട്ട് അന്ന് മുതൽ ഇവന് ഇതാക്കും. എന്നാലും ഇവന്റെ പൈസ കൊണ്ടാണ് ദൂർത്തടിക്കണത്. ഇവൻ വയ്ക്കണം, എനിക്ക് ഓപ്പറേഷത്തിന് പൈസ കൂടുതൽ വേണത്ര, നാട്ടിൽ വന്ന് ചെയ്യണത്ര, അതിനൊക്കെ ഇവൻ പൈസ മാറ്റി വെക്കുക. അവന്റെ വീട്ടിലേക്ക് കറക്റ്റായി അയക്കും, അവന്റെ പെങ്ങന്മാർ ചോദിച്ചയക്കും, ഒക്കെ കറക്റ്റാണ്. ഇവിടേക്ക് അയക്കാൻ പാടില്ല. ആരും വിളിക്കൂല, ആരും വിളിക്കൂല, ഇന്നെ മാത്രം വിളിക്കുള്ളൂ. അതും വിളിക്കാൻ അയക്കൂല. ഇപ്പൊ ഒന്നും വിളിക്കണില്ലല്ലോ. എനിക്ക് ആ ഭാഗം ചിന്തിക്കണില്ല ഞാൻ. ഇതൊന്നും അധികകാലം ഓടൂല. എവിടെ പോലും ആഷിക്കിന്റെ അടുത്തെത്തും. ഇന്റെ വേദന എവിടെയും പോകില്ല, ഇന്റെ പ്രാർത്ഥന എവിടെയും പോകൂല. അത്ര ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ആകെയുള്ള സമ്പത്തിന്റെ 3 മക്കളാണ്. നല്ല അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയണെങ്കിൽ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട്. ഇന്നെ വിളിച്ചതിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ ഇനിയും വിളിച്ചിട്ടുണ്ട്, അവൻ വിളിച്ചിട്ടുണ്ട്. ആഷിക്ക് ഒരു പിന്നെ അവൻ പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് ഇപ്പൊ അവൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു നല്ലപോലെ ജീവിക്കാനാ പറഞ്ഞു. ഇവന് അങ്ങനെ എന്നോട് പറഞ്ഞത്. നിങ്ങൾ ആദ്യം നേരാകിന്ന്, അങ്ങനെ ആകി ഇങ്ങനെ ആകി എന്നെ അനാവശ്യം വിളിച്ചത്. എന്തെല്ലാം എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാ. ഒരിക്കൽ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്റെ വലിയ മോനോട് പറഞ്ഞു, ഉമ്മ മോനെ എന്നെ എന്തൊക്കെ ഒന്ന് പറയണു. അപ്പൊ നിങ്ങളുടെ മോൻ കേട്ടിട്ട് നിന്നിട്ടല്ലേ കൊടുക്കണം മോത്തുക്കൊന്ന്. അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞപ്പോ ഇനി അവന്റെ ഫോൺ ഇങ്ങോട്ട് എടുക്കരുത് പറഞ്ഞു. അപ്പൊ അവന്റെ ഫോൺ എന്നെ ബ്ലോക്ക് ആക്കി, കുറെ കയറി വിളിച്ചിട്ട് അവന്റെ നമ്പർ എന്നെ ബ്ലോക്ക് ആക്കിയിട്ട് ആഷിക്കിന്റെ ഫോണിൽ നിന്നാണ് എന്നെ ചീത്ത വിളിക്കുക. ആഷിക്കിന്റെ ഫോൺ കാണുമ്പോൾ ഞാൻ വേഗം എടുക്കും, എന്റെ കുട്ടി വിളിച്ചല്ലോ പറഞ്ഞിട്ട്. ഒരു നേരം എന്റെ കുട്ടീനെ വിളിക്കാണ്ടിരിക്കൂല. ഇവന് പിന്നെന്താണ് ലുലുവില് കട്ടിട്ട് അവനെ അവിടുന്ന് പുറത്താക്കി. ഇവൻ അവിടെ നിൽക്കണേ ലുലുവിൽ പെർഫ്യൂം ഫോം നടത്താൻ പറ്റില്ല, അവനെ കയറ്റിയവർ നിങ്ങൾ ഒഴിവാക്കും പറഞ്ഞു. ഇവൻ റൂമിലിരിക്കും, ആഷിക്ക് സമ്പാദിച്ചു കൊണ്ടിട്ട് ഇവൻ തിന്നിട്ടിരിക്കും. അവൻ പെണ്ണും ഇവൻ മാപ്പിളയും. എന്നിട്ട് ഇവനിക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഇവരൊരു പരിപാടിക്ക് പോയി പറഞ്ഞാൽ അവിടെ നടിയും വെക്കാനായിട്ട് ഇവർ വരും. ഇവനൊരു പെണ്ണിനെ ഇവന് കണ്ട പെണ്ണുങ്ങളെ കൊത്തിപ്പിടിക്കണില്ലേ, ആഷിക്ക് ഒരു പെണ്ണിനെ കൊത്തിപ്പിടിക്കട്ടെ, അന്ന് അവിടെ അടിയും വെക്കാം. എന്ത് പരിപാടിക്ക് പോലും അവനക്ക് അടിയും വെക്കാണോ. ഒരിക്കൽ ഇവര് ഏതൊരു പരിപാടിക്ക് പോയിട്ട് അവനിട്ട ഡ്രസ്സ് നന്നായിട്ടുണ്ട് പറയുന്നുണ്ട്. ഈ ഉമ്മയുടെ സങ്കടം കണ്ടിട്ട്, കൂടപ്പറപ്പുകളുടെ സങ്കടം കണ്ടിട്ട്, ഈ പള്ളിക്കാര് വിളിച്ച് പള്ളി കമ്മിറ്റിക്കാര് പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് പേര് ഫഹദിനോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഈ ജാസിയിൽ നിന്ന് ആശയെ ഒന്നും ഞങ്ങൾക്ക് മോചിപ്പിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു തരണമെന്ന്. അതൊക്കെ കേട്ടിട്ടാണ് ഫഹദ് ഈ രീതിയിൽ ജാസിയോടെ പ്രതികരിക്കുന്നത്. എന്തായാലും ആ ഉമ്മയുടെ സങ്കടം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. കാരണം നൊന്ത് പറ്റൊരു ഉമ്മയാണ്. അവരിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നമുക്കൊരു കുറ്റവും പറയാൻ അവരെ പറ്റില്ല. അവരുടെ മകനാണ്. അവർക്ക് എന്നും തീരാ വേദന തന്നെ ആയിരിക്കാം ഈ ഒരു വിവാഹം. ജാസി ആഷിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഉമ്മായിക്ക് തീരാ വേദന തന്നെ ആയിരിക്കാം. പിന്നെ അവരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോ അങ്ങനെ എന്ത് പറഞ്ഞാലും അവനവന് സ്വയം തോന്നി പിന്മാറുക, അല്ലാതെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാന് ഒരിക്കലും പറ്റത്തില്ലല്ലോ. എന്തായാലും ഉമ്മായിക്ക് ആഷിയുടെ ഉമ്മാന്റെ കാര്യങ്ങൾ ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം. അപ്പൊ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ആഷിയുടെ നാട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാരൊന്നുമല്ലല്ലോ. അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട സംഭവങ്ങളല്ലേ, ഞങ്ങൾ ക്ലിയർ ചെയ്തോണ്ട് നീ തൽക്കാലം ഉമ്മാനെ മാറ്റി പിടിക്കുന്നത്. നീ എന്നെ ട്രോളിക്കോ, നീ പണ്ട് ട്രോളി പോലെ എല്ലാവർക്കും അവരുടെ ഉമ്മയും ഉപ്പാരും കൂട്ടക്കാരും ഒക്കെ വലുതാ. അപ്പൊ നീ അത് മനസ്സിലാക്കണം. എടി ഇതൊക്കെ പറയാൻ ഒന്നാമത് നീ ആരാണ്? ഞങ്ങളെ നേർവഴിക്കുന്നതും ആഷിക്കിനെ രക്ഷപ്പെടുത്തി ഓന്റെ ഉമ്മാനെ കയ്യിൽ കൊടുക്കാൻ നീ ആരാടാ? നീ നിനക്ക് അത് റേറ്റ് ഉണ്ടെന്ന് പറയാൻ? എടാ നീ ബൈസെക്ഷൻ എന്ന് പറയാൻ ദുബായിൽ കുറെ ആൾക്കാരെ ഇതേപോലെ ബിരിയാണി ഇതൊക്കെ വരും, അല്ല കുണ്ടിക്ക് കയറി പിടിച്ചിട്ടും അല്ല മറ്റേ കയറി പിടിച്ചിട്ടൊന്നും അവിടെ ആരും നിൽക്കുന്നില്ല. വീട് ലൈവില് ഞങ്ങൾ കണ്ടാടാ നീ കുണ്ടിക്ക് കയറി പിടിച്ചൊക്കെ. കുടുംബക്കാരെത്ര കരച്ചിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ആ കുണ്ടനില്ലേ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ നായി ചെക്കൻ, ആ ചെക്കൻ്റെ ഉമ്മ കരഞ്ഞിട്ടുള്ള വോയിസ് ഉണ്ട്, ഞങ്ങൾക്കത് കേൾപ്പിച്ചു തരാം. പണ്ട് ഒരു ജട്ടിനോട് കരഞ്ഞിട്ട് എന്തോ ഒരു ജട്ടിൻ്റെ അടുത്ത് പിടിച്ചു ഇവനെ തച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ജട്ടിക്ക് ഈ ഇവൻ്റെ ഉമ്മ മറ്റേ ഈ കുണ്ടൻ്റെ ഉമ്മ ഇത് ചെയ്തിട്ട് ഇവനെന്തോ